ഒരു വട്ടം കൂടി കണ്ണൂരിൽ മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് കെ സുധാകരൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഇനി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് സുധാകരന്റെ ലക്ഷ്യം. മാത്രവുമല്ല, മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിജയം എളുപ്പമാക്കില്ലെന്ന ചിന്തയും സുധാകരന്റെ നിലപാടിന് പിന്നിലുണ്ട്. എന്നാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ പശ്ചാത്തലത്തിൽ സുധാകരനെ തന്നെ കണ്ണൂരിൽ വീണ്ടും മത്സരിപ്പിക്കണമെന്നതാണ് DCCയുടെ ആവശ്യം. ഈ ആവശ്യം ഹൈക്കമാൻഡിന് രേഖാമൂലം അറിയിക്കുമെന്ന് DCC പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. കണ്ണൂരിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ എന്തുകൊണ്ടും ധീരനായ ഒരു നേതാവ് സുധാകരനാണ്. ജനങ്ങളുമായി ബന്ധപ്പെടാൻ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, വികസനമായ കാര്യങ്ങൾ പരിഹരിക്കാൻ, വികസനത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പോകാൻ കണ്ണൂരിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇത്രയേറെ ശക്തനായ ധീരനായ ഒരു നേതാവ് ആര് എന്ന് ചോദിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ആളുകൾ പറയും സുധാകരനായിക്കോട്ടെ. മണ്ഡലം നിലനിർത്താൻ സുധാകരൻ തന്നെ സ്ഥാനാർത്ഥിയാവണമെന്നതാണ് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും പൊതുവികാരം. ഇക്കാര്യത്തിൽ ഗ്രൂപ്പിനതീതമായ പിന്തുണയും സുധാകരനുണ്ട്. എന്നാൽ കൈവിട്ടുപോയ മണ്ഡലം എന്തു വില കൊടുത്തും തിരിച്ചുപിടിക്കുക എന്നതാണ് LDFന്റെ ലക്ഷ്യം. എക്കാലത്തെയും തങ്ങളുടെ രാഷ്ട്രീയ എതിരാളിയായ സുധാകരൻ തന്നെ വീണ്ടും മത്സരിക്കാനെത്തിയാൽ CPMനെ സംബന്ധിച്ച് ഇതൊരു അഭിമാന പോരാട്ടം കൂടിയായി മാറും. അതുകൊണ്ട് തന്നെ ശക്തനായ ഒരു എതിരാളിയെയാണ് LDF തിരയുന്നത്. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് V ശിവദാസനെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഇടതുപക്ഷം പരിഗണിച്ചിരുന്നത്. എന്നാൽ സുധാകരൻ വീണ്ടും സ്ഥാനാർത്ഥിയായി എത്തിയാൽ ജെയിംസ് മാത്യുവിനെയോ KK ശൈലജ ടീച്ചറെയോ രംഗത്തിറക്കാനാണ് CPMന്റെ തീരുമാനം. സുനിൽ ഐസക്, മീഡിയ വൺ, കണ്ണൂർ.